ആ ചേട്ടാ, ആ. എന്താണ് ഭയങ്കര സീരിയസ് ആണല്ലോ? Man is worse than an animal when he is an animal. ഇതിപ്പോ ഇവിടെ പറയാൻ കാരണം മനസ്സിലായില്ല? ഇല്ല. മനസ്സിലാക്കി തരാം. ഒരു കാട്, അതിനോട് ചേർന്ന് ഒരു പുഴ, ഇത്ര മതി. ഇതാണ് എൻ്റെ സിനിമയ്ക്ക് വേണ്ടത്. പിന്നെ നമ്മൾ ഈ പോകുന്ന ഈ ഒരു കാട്ടുവഴി ഉണ്ടല്ലോ, അത് കൊള്ളാം. ഇതൊരു ചെറിയ കാടല്ല സാർ. മുന്നോട്ട് പോകും തോറും സാറിന് ഭയം കൂടും. പിന്നെ എനിക്ക് മാത്രം അറിയാവുന്നതുകൊണ്ട് പറയുക, ഈ വഴി ഒരല്പം പിശക. അപ്പോൾ ചേട്ടാ, ഇവിടെ അങ്ങനെ വീടുകളിൽ ആരും പുറത്തേക്ക് ഇറങ്ങാറില്ലേ? സാറേ, ഈ കാടിനുള്ളിൽ സിനിമ പിടിക്കുമ്പോൾ ഹീറോ ഞാൻ തന്നെയല്ലേ. അതുകൊണ്ടാണ് സാർ ഇത്രയ്ക്കും ഉള്ളിലായിട്ടും ഒരു പോറൽ പോലും മേൽക്കാതെ ഇവിടെ ഒന്ന് നിൽക്കുന്നേ. ചേട്ടാ, എന്നാലേ നമുക്ക് കുറച്ച് നേരം ഇരുന്നാലോ? ക്യാമറ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണം. ഇരിക്കുമ്പോൾ സൂക്ഷിക്കണം. കറണ്ട് വേലികളാ ഇരിക്കുന്ന ഭാഗത്തോടെ പോയിരിക്കുന്നേ. അയ്യോ, അപ്പോൾ ഇവിടെ ആനയൊക്കെ ഇറങ്ങാറുണ്ടോ? പുലി ഇറങ്ങാറുണ്ട്. പുലിയാ? ഞാൻ കള്ളം പറയാറില്ല സാറേ. ഇവിടുത്തെ ഓരോ വീടുകളും സൂക്ഷിച്ചു നോക്കിയാ പട്ടിക്കൂടും പട്ടികളെയും കാണാം. എന്താ കാരണം? എന്താ കാരണം? അയ്യോ, സൂക്ഷിച്ച് അതാ പട്ടികൾ കുരയ്ക്കുന്നുണ്ട് കേട്ടോ. ഭൂമിയിലെ എല്ലാ ചലനങ്ങളും അവൾക്കറിയാം. പറഞ്ഞെടുക്കും. എങ്കിലും പറ, സ്ഥലത്തറയോ? കുറച്ചുകൂടി പോകണം. അല്ല, പുലിയെ പറ്റി പറഞ്ഞില്ലല്ലോ. ഇവിടുത്തെ ആരാണ് ടീച്ചറെ മോളെ ഒരു ദിവസം കാണാണ്ടായി. അന്വേഷിച്ച് പോയപ്പോൾ ഒടുവിൽ കണ്ടു കിട്ടി. നമ്മളിപ്പോൾ പോകുന്ന പുഴയില്ലേ, അവിടെ പിച്ചിച്ചീന്തി നിലയിൽ. അപ്പൊ ഒന്ന് പട്ടികളൊന്നും കുറച്ചില്ലേ? പുലി ഇവിടെ സ്ഥിരമുള്ളതാണല്ലോ. പുറത്തു നിന്ന് ഒരാൾ വന്നാൽ ഈ പട്ടികൾ കുരയ്ക്കും. ഭീകരനാണ് പുലി. മകൾ മരിച്ചു 3-ാം ദിവസം നാരായണി ചേച്ചിയെ പുലി കൊണ്ടുപോയി. ഓ, വല്ലാത്തൊരു കാട് തന്നെ. എങ്ങനെ ജീവിക്കുന്നോടെ? സാർ നന്നായി വയർക്കുന്നുണ്ടല്ലോ. ദാ ഞാൻ പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. നോക്കൂ, ഈ പുഴ സാർ മനസ്സിൽ കണ്ട പോലെ തന്നെ ഇല്ലേ? അതെ അതെ. ഔഷധം കാട്ടുപോത്തിൻ്റെയാണ്. പുലി പിടിച്ചതാ. നമ്മുടെ നാരായണി ചേച്ചില്ലേ, ചേച്ചിയുടെ മോളുടെ ശരീരം കിട്ടിയത് ഇവിടെ. ഏത് നിമിഷവും വന്യജീവികളാൽ ആക്രമിക്കപ്പെടാവുന്ന ഈ കൊടുങ്കാട്ടിൽ സഞ്ചരിക്കുന്ന നിങ്ങളുടെ ഈ ജീവിതം, ഓഫ്, സാഹസികം തന്നെ. എന്തായാലും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു, നിങ്ങളാണ് എൻ്റെ സിനിമയിലെ നായകൻ. സാർ, ഇവിടെ കാട്ടിലിറങ്ങുന്നതിന് മുമ്പ് ഒരു ചുവന്ന പെയിൻ്റ് അടിച്ച് വീട് കണ്ടിരുന്നില്ലേ? അത് എൻ്റെ അമ്മ വീടാ. പിന്നെ എന്നെ കൊണ്ടു നടന്ന് ഈ കാടിൻ്റെ മുക്കും മൂലയൊക്കെ കാണിച്ചത് എൻ്റെ ചാച്ചനാണ്, ജോസഫ് ചാച്ചൻ. ഓഹോ, തൻ്റെ ചാച്ചൻ അങ്ങോട്ട് കൊള്ളാലോ. പുലിയുടെ തറവാട്ടിലാണല്ലേ കളി. എനിക്ക് പുള്ളീനൊന്ന് കാണണം. എന്തായാലും ആ ധൈര്യം പാരമ്പര്യമായിട്ട് തനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചാച്ചന് ഇവിടുത്തെ നാട്ടുകാർക്കിടയിൽ നല്ല മതിപ്പാ.
ഞങ്ങളുടെ കുടുംബക്കാർക്കിടയിൽ അങ്ങനെ തന്നെ. ചാച്ചനൊരു വട്ടം വീഴും. എന്താ അത്?